ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് എന്താണ്ടാ 2025 പോളിടെക്നിക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എന്താണ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നതിന് മുമ്പ് ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് കാണാൻ ശ്രമിക്കുക. അതിൻ്റെ എന്താണ് ലിങ്ക് ഞാൻ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദി ഡോട്ട് പ്രോഡക്റ്റ് ഓഫ് ദി വെക്ടേഴ്സ് 2i + j + k ആൻഡ് -2i + 2j - 3k. രണ്ടിൻ്റെ എന്ത് വേണം, നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് വേണം. വളരെ ഈസിയാണ്. 2i + j + k ഡോട്ട് -2i + 2j - 3k. ദാറ്റ്സ് ഈക്വൽ ടു ഐയുടെ മുന്നിൽ ഇവിടെ ആരാണ് 2 അല്ലേ. അപ്പോൾ 2 × 2 × -2 പ്ലസ് ജെയുടെ മുന്നിൽ ആരൊക്കെയാണ് 1 × 2. അപ്പോൾ 1 × 2. അടുത്ത കെയുടെ മുന്നിൽ ആരൊക്കെയാണ് 1ഉം -3ഉം ആണ്. 2 × -2 -4, 1 × 2 +2, 1 × -3 -3. So -4 + 2 -7 + 2 ആൻസർ -5 അല്ലേ. ആൻസർ എന്താ കിട്ടുന്നത്, -5 എന്ന് കിട്ടും. -5. സോ നെക്സ്റ്റ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ മൊമെൻ്റ് ആണ്. മൊമെൻ്റ് എന്താണ് ക്വസ്റ്റ്യൻ? ഇവിടെ എന്താണ് മൊമെൻ്റ്? ഒരു ഫോഴ്സ് നമ്മൾ എന്താണ് ഒരു പോയിന്റിലേക്ക് നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്താണ് അതിനാണ് ആ ഒരു പോയിന്റ് നമ്മൾ എന്താണ് റഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത്. എന്തോടെ റഫറൻസ് പോയിന്റ്. ഒരു ഫോഴ്സ് ഒരു റഫറൻസ് പോയിന്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാണ്. സോ ആ ഫോഴ്സിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഒരു ആപ്ലിക്കേഷൻ പോയിന്റ് ഉണ്ടാവും. എന്തുകൊണ്ട് അവിടെ ഒരു ആപ്ലിക്കേഷൻ പോയിന്റ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, R0 എന്ന് പറഞ്ഞാൽ നമ്മുടെ റഫറൻസ് പോയിന്റ്. R0 എന്ന് പറഞ്ഞാൽ എന്താണ്, R0 എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ്ട റഫറൻസ് പോയിന്റ്. റഫറൻസ് പോയിന്റ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണിത്. ഇവിടുത്തെ റഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഫോഴ്സ് നമ്മൾ എന്താണ് പോയിന്റ് എയിലേക്കാണ് ആക്ട് ചെയ്യുന്നത്. ആ പോയിന്റ് ഏതാണ്, ആ റഫറൻസ് പോയിന്റ് ഇവിടെ ഏതാണ് 2i - 2j + 5k ആണ്. സോ ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു ആപ്ലിക്കേഷൻ പോയിന്റ് ഉണ്ടാവുകയാണ്. ഓക്കെ, ആ ഫോഴ്സ് അപ്ലൈ ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ ഒരു മൊമെൻ്റ് ഉണ്ടായതിൻ്റെ ഫലമായിട്ട് ഒരു പോയിന്റ് എന്താണ് ഒരു ആപ്ലിക്കേഷൻ പോയിന്റ് ഉണ്ടാവുകയാണ്. ആ ആപ്ലിക്കേഷൻ പോയിന്റ് നമ്മൾ പറഞ്ഞ പേരാണ് എന്ത്, RA. എന്താണ് RA എന്ന് പറയുന്നത് എന്താണ്, ആപ്ലിക്കേഷൻ പോയിന്റ് ആണ്. ആപ്ലിക്കേഷൻ പോയിന്റ്. സോ ഒരു ആപ്ലിക്കേഷൻ പോയിന്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ആരെ കണ്ടുപിടിക്കാൻ പറ്റും, R വെക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. R വെക്ടർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, RA - R0 അല്ലെങ്കിൽ RO. RA - RO. ഓക്കെ, അപ്പോൾ RA എന്ന് പറഞ്ഞാൽ ആരാണ്, ഇവിടെ ആരാണ്, ഇവിടെ RA ആരാണ് എഴുതിയില്ലല്ലേ ഞാൻ. RA എന്താണ് ഇവിടെ ആപ്ലിക്കേഷൻ പോയിന്റ്, ഇവിടെ ആരാണ് I - 3j + k ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആരെ വേണം, ഇവിടെ R വെക്ടർ വേണം. R വെക്ടർ എന്തായിരിക്കും, ഈ പറയുന്ന RAയിൽ നിന്ന് R0 നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ചെയ്യും. അപ്പോൾ I - 3j + kയിൽ നിന്ന് ആരെ മൈനസ് ചെയ്യും, 2i - 2j + 5k മൈനസ് ചെയ്യും. അപ്പോൾ I - 2 അല്ലെങ്കിൽ 1 - 2 എന്താണ് -1. അപ്പോൾ -i -3 - -2 എന്താവും -3 + 2 ആൻസർ -j. അടുത്ത k -5k ആൻസർ എന്താണ് -4k. അപ്പോൾ നമുക്ക് ആരെ കിട്ടി, ഇപ്പോൾ R വെക്ടർ കിട്ടി. നമ്മുടെ മൊമെന്റിന്റെ ഇക്വേഷൻ എന്താണ്, മൊമെന്റ് M = F വെക്ടർ ക്രോസ് R വെക്ടർ. എന്താണ് F വെക്ടർ ക്രോസ് എന്താണ് R വെക്ടർ. ഓക്കെ, F വെക്ടർ ക്രോസ് R വെക്ടർ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായിരിക്കും ആൻസർ, ഇവിടുത്തെ F വെക്ടർ ആരെന്ന് നമുക്കറിയാം. F വെക്ടർ ആരാണ്ട്, F വെക്ടർ ഇക്വേഷൻ അല്പം തിരിഞ്ഞാണ് വരുന്നത്. R വെക്ടർ ക്രോസ് F വെക്ടർ എന്നാണ് കേട്ടോ. R വെക്ടർ ക്രോസ് F വെക്ടർ എന്നാണ്, ഓർമ്മിച്ചോണേ. അപ്പോൾ അതിൽ R വെക്ടർ, അപ്പോൾ നമുക്ക് എന്താണ്, ഇതെങ്ങനെയാണ് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, I j k. Rൽ ഫസ്റ്റ് ആരൊക്കെയാണ് -1 -1 അല്ലേ, -1 -1 -4. Fൽ ആരാണ്, Fൽ 4ഉം j ഇല്ല അല്ലേ. അപ്പോൾ എന്താണ് 4 0. അതുപോലെ അടുത്തതാണ് -3. ഇതിന് എന്ത് കണ്ടുപിടിക്കുക, ഡിറ്റർമിനൻ്റ് നമുക്ക് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. അപ്പോൾ ഞാൻ എന്താണ് ഫസ്റ്റ് റോ ആണ് എടുക്കുന്നത് കേട്ടോ. ഫസ്റ്റ് റോ എടുത്താൽ എന്താണ്, ഫസ്റ്റ് I ×
ഐ വരുന്ന റോയും പോയി കോളവും പോയി, ബാക്കി ആരാണ് -1. ഇത്രയും സാധനങ്ങളാണ് ഉള്ളൂ ബാക്കി. അപ്പോൾ -1 ഇൻറ്റു -3 എന്തായിരിക്കും ആൻസർ? 3 മൈനസ് 0 ഇൻറ്റു -4 0. അത് ജെ എടുക്കുക, ജെയുടെ സിമ്പിൾ മൈനസ് ആണ്, -j ഇൻറ്റു ജെ വരുന്ന റോയും പോയി കോളവും പോയി, ബാക്കി ആരൊക്കെയാണുള്ളത്? ഇതല്ലേ ഉള്ളത്. അപ്പോൾ എന്താണ് -1 ഇൻറ്റു -3 3 മൈനസ് 4 ഇൻറ്റു -4 -16, അത് ചേർന്ന് +16 ആവും. അടുത്ത പ്ലസ് കെ ഇൻറ്റു കെ വരുന്ന റോയും പോയി കോളവും പോയി, ബാക്കി ഇത്രയല്ലേ ഉള്ളത്. -1 ഇൻറ്റു 0 എന്താണ് മക്കളെ? 0 0 മൈനസ് 4 ഇൻറ്റു -1 -4, അപ്പോൾ അത് ചേർന്ന് പ്ലസ് ആവും അല്ലേ. സോ ആൻസർ 3i. 3 - 0 3, അപ്പോൾ 3i. 3 + 16 -19j 0 + 4 + 4k. ഇത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ അവിടെ മക്കളെ? അടുത്ത ദിവസം നോക്കിയാൽ നമുക്ക് യൂണിറ്റ് വെക്ടർ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ആരുടെയാണ്? എ വെക്ടർ പ്ലസ് ബി വെക്ടറിൻ്റെ യൂണിറ്റ് വെക്ടർ. നമുക്ക് ആദ്യം ആരെ വേണം? എ വെക്ടർ പ്ലസ് ബി വെക്ടർ വേണം. എ വെക്ടർ എന്ന് പറഞ്ഞാൽ 2i - j + 3k പ്ലസ് ബി വെക്ടർ എന്ന് പറഞ്ഞാൽ i - j - 2k. ഇപ്പം 2i + i എന്ത് കിട്ടും? 3i - j - എന്തായിരിക്കും? -2j. 3k - 2k ആൻസർ എന്താണ്? +k. ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? യൂണിറ്റ് വെക്ടർ ഈ വെക്ടറിനെ എന്ത് ചെയ്താൽ മതി? അതിൻ്റെ ലെങ്ത് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഐയുടെ മുന്നിൽ 3 ആണ്, അപ്പോൾ 3² പ്ലസ് -2ൻ്റെ സ്ക്വയർ പ്ലസ് എയുടെ മുന്നിൽ 1². എന്ത് കിട്ടും ആൻസർ നമുക്ക്? 3i - 2j + k all divided by √3² 9 1² 1, അപ്പോൾ എന്ത് കിട്ടും? 10 ആവും. സോ ആൻസർ √14. ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. 3i/√14 -2/√14j + k/√14. ഇത്രയേ ഉള്ളൂ. സോ സിമ്പിൾ. അടുത്ത ദിവസം നോക്കിയേ, നമുക്ക് എ വെക്ടർ തന്നിട്ടുണ്ട്, ബി വെക്ടർ തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എ വെക്ടർ പ്ലസ് ബി വെക്ടറും എ വെക്ടർ മൈനസ് ബി വെക്ടറും നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. അപ്പോൾ എ വെക്ടർ പ്ലസ് ബി വെക്ടർ എന്തായിരിക്കും ഇവിടെ? എ വെക്ടർ എന്ന് പറഞ്ഞാൽ i + j + k പ്ലസ് ബി വെക്ടർ എന്ന് പറഞ്ഞാൽ 2i - j - k. 5 + 2i 3i, j - j രണ്ടും കൂടെ എന്തായി പോവും? ക്യാൻസലായി പോവും. കെയും -k കൂടെ എന്തായി പോവും? ക്യാൻസലായി പോവും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ആരാണ്? എ വെക്ടർ മൈനസ് ബി വെക്ടർ. അപ്പോൾ i + j + k മൈനസ് 2i - j - k. അപ്പോൾ i - 2 1 - 2 -i, j - അപ്പോൾ പ്ലസ് ആവും അല്ലേ? +2j ആവും. k - k അപ്പോൾ എന്താവും? അത് +2k ആവും. ഈ രണ്ടിൻ്റെ എന്തെടുക്കണം നമുക്ക്? ഡോട്ട് പ്രോഡക്റ്റ് വേണം. അപ്പോൾ എ വെക്ടർ പ്ലസ് ബി വെക്ടർ ഡോട്ട് എ വെക്ടർ മൈനസ് ബി വെക്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു എ വെക്ടർ എന്ന് പറഞ്ഞാൽ എ വെക്ടർ പ്ലസ് ബി വെക്ടർ എന്താണ് മക്കളെ? 3i ഡോട്ട് -i + 2j + 2k ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇവിടെ ഡിഫറൻറ്റ് കണക്കാണ്. ഇവിടെ ഐയുടെ മുന്നിൽ ഇവിടെ ആരാണ്? 3, ഇവിടെ ഐയുടെ മുന്നിൽ ആരാണ്? മൈനസ്, അപ്പോൾ -3. ഫസ്റ്റത്തെ ഇനി അടുത്ത ജെയും കെയും ഉണ്ടാ? ജെയും കെ ഇല്ലെങ്കിൽ അർത്ഥം എന്താ? എൻ്റെ ഫ്രണ്ടിൽ ആരായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ആ 0 കൊണ്ട് ജെയുടെ മുന്നിലുള്ള 2 എൻഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 0. ചുരുക്കം പറഞ്ഞാൽ ഫൈനൽ ആൻസർ ഏതാണ്ടാ? -3 ആണ്. ഓക്കെ, പെട്ടെന്ന് നമുക്ക് തെറ്റിപ്പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലുള്ളൊരു പ്രോബ്ലമാണ്. കാണുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ എന്താണ് ഒരല്പം കോംപ്ലിക്കേഷൻ ഇവിടെ എന്താണ് അവർ വെച്ചിട്ടുണ്ട്. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇവിടെ പറയുന്നത് ഈ രണ്ട് വെക്ടറും എന്താണ്? പെർപെൻഡിക്കുലർ ആണെന്ന്. ഈ രണ്ട് വെക്ടറും പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആൻസർ എന്തായിരിക്കും? അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ആൻസർ എന്തായിരിക്കും കൂടെ മക്കളെ? 0 ആയിരിക്കും. എന്തായിരിക്കും? 0 ആയിരിക്കും. അവർ രണ്ടും പെർപെൻഡിക്കുലർ ആണെന്ന് ഒരു വ്യക്തമായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ രണ്ടിൻ്റെയും ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ നമുക്ക് ആരെ കണ്ടുപിടിക്കണം? പി കണ്ടുപിടിക്കണം. സിമിലർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, എന്നാലും ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ഐയുടെ മുന്നിൽ ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്. അപ്പോൾ 2 × 4 പ്ലസ് ജെയുടെ മുന്നിൽ ഇവിടെ -1 ആണ്, ഇവിടെ ജെയുടെ മുന്നിൽ -p ആണ്. അപ്പോൾ -1 × -p എന്താവും? +p ആണ്. ഏതാണ്ട +p. അടുത്തത് കെയുടെ മുന്നിൽ മൈനസ് ആണ്, അപ്പോൾ -1 × -2 പ്ലസ്
-1 ഇൻറ്റു -2. ഇവിടെ ഞാൻ എഴുതി തരാം, അല്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കും. -1 ഇൻറ്റു -p ഈക്വൽ ടു 0. അപ്പോൾ 2 ഇൻറ്റു 4 8 പ്ലസ് p പ്ലസ് 2 ഈക്വൽ ടു 0. സോ 8 പ്ലസ് 2 10 പ്ലസ് p ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ p എന്തായിരിക്കും? +10 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? -10. ക്ലിയർ അല്ലേടാ? അടുത്ത ക്വസ്റ്റ്യൻ കണ്ട, ഞാൻ പറഞ്ഞ അതേ ഒരു വേർഡ് അതുപോലെ തന്നെ, വേർഡല്ല, കുറച്ച് ഒരു സെന്റൻസ് അതുപോലെ വന്നിട്ടുണ്ട്. എന്താണ്? യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ ടു ബോത്ത് വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. എ വെക്റ്റർ ക്രോസ് ബി വെക്റ്റർ ബൈ മോഡുലസ് ഓഫ് എ വെക്റ്റർ ക്രോസ് ബി വെക്റ്റർ. ഫ്രണ്ടിൽ എന്താണ്? ഒരു പ്ലസ് മൈനസ് കൂടെ എന്ത് ചെയ്യണം? ഒന്ന് ചേർക്കണം. അത്ര മാത്രമേ ഉള്ളൂ. നമുക്കിവിടെ ആദ്യം ആരെ കണ്ടുപിടിക്കണം? എ വെക്റ്റർ ക്രോസ് ബി വെക്റ്റർ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഇവിടെ ഫസ്റ്റ് ആരൊക്കെയാണ്? ഐ ജെ കെ. അപ്പോൾ എന്താണ്? എ വെക്റ്ററിൽ ഐ ജെ കെ, ഐയുടെ മുന്നിൽ 1 -1 2. ബി വെക്റ്ററിൽ ആരൊക്കെയാണ്? പറ. -1 1 -1. ഫസ്റ്റ് ഐ എടുക്കുക. ഐ ഇൻറ്റു ഐ വരുന്ന റോയും പോയി കോളവും പോയി. -1 ഇൻറ്റു -1 എന്താണ് മക്കളെ ആൻസർ? 1 മൈനസ് 1 ഇൻറ്റു 2 2. ജെയുടെ അവിടെ സിമ്പിൾ ഏതാണ്? -j. റോയും പോയി കോളവും പോയി. 1 ഇൻറ്റു -1 -1 മൈനസ് -1 ഇൻറ്റു 2 -2 പ്ലസ് കെ ഇൻറ്റു കെയുടെ റോയും പോയി കോളവും പോയി. ബാക്കി 1 ഇൻറ്റു 1 1 -1. സോ 1 -2 -1. അപ്പോൾ -i. -1 പ്ലസ് ആവും. -1 + 2 എത്രയാണ് മക്കളെ? -1 + 2 1 ആണല്ലേ. 1 ഇവിടെ ഒരു മൈനസ് കൂടെ ഉണ്ട്. അപ്പോൾ -j. 1 - 1 0. 0 ഇൻറ്റു കെ അത് പോയി. പിന്നെ ഇവിടെ ഉള്ളത് ആരേ ഉള്ളൂ? -i -j. ഇതിൻ്റെ എന്തുകൂടെ കണ്ടുപിടിക്കാം നമുക്ക്? ഇതിൻ്റെ മോഡുലസ് കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ? ജസ്റ്റ് ഒന്ന് കണ്ടുപിടിച്ച് വയ്ക്കാം. അപ്പോൾ -i എന്താണ് പറഞ്ഞു? ഇതിൻ്റെ മോഡുലസ് എന്തായിരിക്കും? √-1. ഐയുടെ മുന്നിൽ -1 അല്ലേ, ഹോൾ സ്ക്വയർ പ്ലസ് ജെയുടെ മുന്നിലും -1 ആണ്. സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് കിട്ടും? √1² -1² 1. ഇവിടെയും 1. സോ ആൻസർ √2. അങ്ങനെയാണെങ്കിൽ ആ യൂണിറ്റ് വെക്റ്റർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എ വെക്റ്റർ ക്രോസ് ബി വെക്റ്റർ എന്താണ്? ആ ഫ്രണ്ടിൽ ഒരു പ്ലസ് മൈനസ് വരും അല്ലേ. എ വെക്റ്റർ ക്രോസ് ബി വെക്റ്റർ നമുക്ക് എന്താണെന്ന് അറിയാം? -i -j ബൈ താഴെ ആര് വരും? √2 വരും. ഇത്രയേ ഉള്ളൂ. അടുത്തൊരു ദിവസം നോക്കിയേ, നമുക്ക് വേണ്ടത് 2a വെക്റ്റർ ഡോട്ട് 3b വെക്റ്റർ വേണം. നമുക്ക് ആദ്യം വേണ്ട സാധനം ആരാണ്? 2a വെക്റ്റർ. 2a വെക്റ്റർ എന്ന് പറയുമ്പോൾ 2 ഉണ്ട് എ വെക്റ്റർ. എ വെക്റ്റർ ആരാണ്ട? i + j + k ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു i 2i, 2 ഇൻറ്റു j 2j + 2 ഇൻറ്റു k 2k. അടുത്ത നമുക്ക് വേണ്ടത് ആരാണ്? 3b വെക്റ്റർ ആണ്. 3 കൊണ്ട് എന്ത് ചെയ്യണം? ബി വെക്റ്ററിനെ ഇൻറ്റു ചെയ്യണം. 2i - j - k. അപ്പോൾ 2 ഇൻറ്റു 3 6i. 3 ഇൻറ്റു -1 -3j. 3 ഇൻറ്റു -1 -3k. അപ്പോൾ അതായി കഴിഞ്ഞു. നമുക്ക് വേണ്ടത് 2a വെക്റ്റർ ഡോട്ട് 3b വെക്റ്ററല്ലേ വേണ്ടത്. അപ്പോൾ 2i + 2j + 2k വെക്റ്ററിനെ എന്ത് ചെയ്യണം? 6i - 3j -3k എന്ന് പറയുന്ന വെക്റ്ററുമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇവിടെ ഐയുടെ മുന്നിൽ ആരാണ്? 2. ഇവിടെ ഐയുടെ മുന്നിൽ 6. അപ്പോൾ 2 ഇൻറ്റു 6 പ്ലസ് ജെയുടെ മുന്നിൽ 2. ഇവിടെ ജെയുടെ മുന്നിൽ -3. അപ്പോൾ 2 ഇൻറ്റു -3 പ്ലസ് അടുത്ത കെയുടെ മുന്നിൽ 2. ഇവിടെയും കെയുടെ മുന്നിൽ -3. അപ്പോൾ 2 ഇൻറ്റു -3. 2 ഇൻറ്റു 6 എന്താണ് മക്കളെ ആൻസർ? 2 ഇൻറ്റു 6 12. 2 ഇൻറ്റു -3 -6. 2 ഇൻറ്റു -3 -6. ആൻസർ 12 - 12 ഈക്വൽ ടു 0. ആ രണ്ട് വെക്റ്ററിൻ്റെയും കൂടെ, അല്ലെങ്കിൽ 2a വെക്റ്റർ ഡോട്ട് 3b വെക്റ്റർ ആൻസർ എന്താണ്? 0 ആണ്. ഇനി നോക്കിയേ, നമ്മളൊരു ട്രയാങ്കിൾ ആണല്ലേ. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇതൊരു ട്രയാങ്കിൾ ആണെന്ന് വിചാരിച്ചോ. ഇതൊരു ട്രയാങ്കിൾ ആണ്. നമുക്ക് ABC എന്ന് കൊടുക്കാം. എന്താ AB ഇവിടെ തന്നിട്ടുള്ള എന്താണ്? ഇതിൽ ഏതെങ്കിലും അടുത്തടുത്തുള്ള 2 സൈഡ്സിൻ്റെ വെക്റ്റർ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ആരൊക്കെ തന്നിട്ടുണ്ട്?
എ ബി വെക്റ്ററും ബി സി വെക്റ്ററും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എന്താണ് മോഡുലസ് എ ബി വെക്റ്റർ ക്രോസ് എന്താണ് ബി സി വെക്റ്റർ. നമുക്കിവിടെ ആരെ കണ്ടുപിടിക്കണം? നമുക്ക് അതിൻ്റെ ക്രോസ് കണ്ടുപിടിക്കുക. എ ബി വെക്റ്റർ ക്രോസ് എ സി അല്ല ബി സി വെക്റ്റർ അല്ലേ, ബി സി വെക്റ്റർ. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ? ഫസ്റ്റ് വൺ ഐ ജെ കെ. അവിടെ എ ബിയിൽ ഏതൊക്കെയാണ്? 1 2 3 1 2 3. അതുപോലെ ബി സിയിൽ ആരൊക്കെയാണ്? ബി സിയിൽ -3 -2 1. എന്ത് കിട്ടും ആൻസർ? ഐ ഇൻറ്റു ഐ വരുന്ന റോയും പോയി കോളം പോയി 2 × 1 2 -2 × 3 എന്താണ്ട -6. അപ്പോൾ അത് +6 ആവും അല്ലേ. അടുത്ത -j ഇൻറ്റു ജെ വരുന്ന റോ പോയി കോളം പോയി 1 × 1 1 -3 × 3 -9. അപ്പോൾ അത് +9 ആവും. അടുത്ത +k ഇൻറ്റു കെ വരുന്ന റോ പോയി കോളം പോയി 1 × -2 -2 -3 × 2 എത്രയാണ്ട? -6. അത് ചേർന്ന് +6 ആവും. സോ 8i -10j +4k. ഇതാണ് ആ വെക്റ്റർ. നമുക്ക് ഞാൻ എന്തുകൂടെ വേണം? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം. മാഗ്നിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എ ബി വെക്റ്റർ ക്രോസ് ബി സി വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചോദിച്ചാൽ √8² പ്ലസ് -10² പ്ലസ് 4². ആൻസർ എന്ത് കിട്ടൂടാ? 8ന്റെ സ്ക്വയർ 64, 4ന്റെ സ്ക്വയർ 16. അപ്പം എന്തായി? 64 16 80 ആയി. 10ന്റെ സ്ക്വയർ. സോ ആൻസർ 180 അല്ലേ? 180 അല്ലേ? എടാ കാൽക്കുലേഷനിൽ എവിടെയൊക്കെ എന്താണ് എറർ പറ്റിപ്പോകും കേട്ടോ. ഞാൻ എവിടെയെങ്കിലും ചിലപ്പോൾ ചിന്തിച്ചിരിക്കണമായിരിക്കും. സോ നിങ്ങൾ എന്ത് ചെയ്യുക? അതൊന്ന് നിങ്ങൾ തന്നെ തിരുത്തിക്കോളൂ കേട്ടോ, എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ. സോ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 180. എത്ര കിട്ടോടാ? 180. സോ നമുക്ക് അവിടെ കൊടുക്കാം ഹാഫ് ഇൻറ്റു ഇതിന് ആൻസർ നമുക്ക് എന്ത് കിട്ടി? √180. 180 ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് സിംപ്ലസ്റ്റ് ഫോമിലോട്ടൊക്കെ ആക്കാം. ഞാൻ ഇങ്ങനെ എഴുതി സ്റ്റോപ്പ് ചെയ്യണം കേട്ടോ. ഇൻ്റഗ്രേഷനിലെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയോ. ഇൻ്റഗ്രേഷനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ഇൻ്റഗ്രൽ 1 - sin x by x plus cos x dx. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ആരെ പുട്ട് ചെയ്യും? s plus cos x എടുത്ത് ടിയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്ട? 1 ആണ്. കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ആണല്ലേ, -sin x dx = dt. ഇതാ നമുക്ക് മുകളിൽ 1 - sin x dx കിടക്കുകയല്ലേ. അപ്പോൾ ഇതെങ്ങനെ മാറും? ഇൻ്റഗ്രൽ എങ്ങനെ മാറും? ഇൻ്റഗ്രൽ 1/t. ഈ 1 - sin x dx കൂടെ ചേർന്ന് അവിടെ എന്തായിട്ട് മാറും? dt ആയിട്ട് മാറും. 1/tയുടെ ഇൻ്റഗ്രൽ എന്താണ്? ലോഗ് ആണല്ലേ. ലോഗ് മോഡ് ടി പ്ലസ് സി. ഇനി ടി എന്ന് പറഞ്ഞാൽ ആരാണ്? ടി ലോഗ് മോഡ് 1 - sin x പ്ലസ് സി. ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇൻ്റഗ്രൽ 0 to π/2 sin 2x dx. എടാ sin 2xൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? സൈൻ ഇൻ്റഗ്രൽ എന്താണ്? -cos 2x ആണ്. -cos 2x മാത്രമല്ല 2xൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 ആണ്. അതുകൊണ്ട് അവിടെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യുകയും ചെയ്യണം അല്ലേ. ഇതിൽ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യണം? ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് എന്താണ്? 0 to π/2. അപ്പർ ലിമിറ്റ് ആരാണ്? -π/2 ആണല്ലേ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, -1/2 അങ്ങ് പുറത്തെടുക്കാം കേട്ടോ. എന്നിട്ട് ആ ലിമിറ്റ് അപ്ലൈ ആണ് നല്ലത്. -1/2 പുറത്തെടുത്തു. പിന്നെ ബാക്കി അവിടെ ആരേ ഉള്ളൂ? cos 2x മാത്രം ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അതാണ് നല്ലത്. ആൻസർ എന്ത് കിട്ടും? -1/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് ആരാണ്? π/2. അപ്പോൾ cos 2 ഇൻറ്റു π/2 മൈനസ് അടുത്ത എന്താണ്? ലോവർ ലിമിറ്റ് എന്താണ്? cos 2 ഇൻറ്റു 0 എന്ന് പറയുമ്പോൾ എന്താണ്? 0. ദാറ്റ് ഇസ് ഈക്വൽ ടു -1/2 ഇൻറ്റു 2 ഇൻറ്റു കൂടെ ക്യാൻസലായി പോകും. cos π എന്ന് പറയുന്നത് എന്താണ്? cos 180.
കോസ് 180യുടെ വാല്യൂ എത്രയാണ്ട? -1 ആണ്. സോ -1 മൈനസ് കോസ് 0യുടെ വാല്യൂ എത്രയാണ്? കോസ് 0യുടെ വാല്യൂ 1 ആണ്. സോ ആൻസർ -1/2 ഇൻറ്റു -1 എന്തായി? -2 ആയി. 2 ഇൻറ്റു കൂടെ ക്യാൻസലായി. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും. സോ ഫൈനൽ എന്താവും? ആൻസർ 1 ആവും. അടുത്ത ദിവസം നോക്കിയേ, ഇൻ്റഗ്രൽ x² log x dx. നമുക്ക് രണ്ട് ഫംഗ്ഷനാണ്. ഇൻറ്റു ഇതൊക്കെയല്ലേ. അപ്പം നമ്മൾ എന്താ അപ്ലൈ ചെയ്യണം? പാർട്സ് അപ്ലൈ ചെയ്യണം. പാർട്സിൻ്റെ റൂൾ എന്താണ്? ഫസ്റ്റ് ഐലേറ്റ് നോക്കുക അല്ലേ? ഐലേറ്റ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഉണ്ടോ? ഇല്ല. ലോഗരിതമിക് ഉണ്ടോ? ഉണ്ട്. അപ്പോൾ അതിനെടുത്ത് എന്ത് ചെയ്യണം? അതിനെടുത്ത് ആദ്യം വെക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പാർട്സ് അപ്ലൈ ചെയ്യാം. എന്താണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് dx. സോ ലോഗ് എക്സ് ഇൻറ്റു എക്സ് ഇൻ്റഗ്രൽ എന്താണ്ടാ മക്കളെ? x⁻³ ആണല്ലേ. മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ലോഗസിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/x ആണ്. x² ഇൻ്റഗ്രൽ എന്താണ്? x⁻³ ആണ് dx. ഈ ഒരു s³ എന്ത് ചെയ്യാണ്? ആദ്യം എടുത്ത് എഴുതുകയാണ് കേട്ടോ. ലോഗ് എക്സ് മൈനസ് ഇവിടുത്തെ ഒരു എക്സും ഇവിടെ മുകളിൽ 3x ഉണ്ട്. അതിൽ നിന്ന് ഒരു എക്സ് പോയതിന് ബാക്കി എത്ര എണ്ണമാണുള്ളത്? 2 പിന്നെ ബാക്കി അവിടെ എന്താണ്? ഈ /3 കൂടെ ഞാൻ പുറത്തിറക്കുകയാണ്. 1/3 s² dx. ദാറ്റ് ഇസ് ഈക്വൽ ടു s³ log x മൈനസ് 1/3 ഇൻറ്റു s² ഇൻ്റഗ്രൽ എന്താണ്? x⁻³ പ്ലസ് c. സോ ഫൈനൽ ആൻസർ എന്താണ്ട മക്കളെ? s³ log x മൈനസ് s³ പ്ലസ് c. ഇതാണ് ഫൈനലായിട്ട് കിട്ടുന്ന ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രൂഫ് ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി വാല്യൂ ഓഫ് ഇൻ്റഗ്രൽ sec(x) എന്ന് മാത്രമായിരുന്നു. ഇവിടെ നമുക്ക് എന്താണ്? ഇങ്ങനെ പ്രൂവ് ചെയ്ത് വെക്കണം. സോ നമുക്ക് അവിടുത്തെ എന്താണ്? സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും. അവിടെ ചെയ്ത അതേ സ്റ്റെപ്പിനാണ് നമ്മൾ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ്റഗ്രൽ sec(x) dx ഞാൻ അപ്പോഴേ പറഞ്ഞു നല്ല രീതിയിൽ പഠിക്കണമെന്ന് പറഞ്ഞു ആ ഒരു ക്വസ്റ്റ്യൻ. സോ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ എന്താണ്? sec(x) ഉണ്ട്. മുകളിലും താഴെ എന്ത് ചെയ്യുക? sec(x plus tan x) കൊണ്ട് ഡിവൈഡ് ചെയ്യുക. മുകളിലും താഴെ എന്താണ്? sec(x plus tan x) കൊണ്ട് എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. ഓക്കെ, മുകളിലും താഴെയും എന്താണ്? sec(x plus tan x) കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇനി ഇവിടെ എന്താണ്? sec(x) നമുക്ക് അകത്തേക്ക് ഇൻറ്റു ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും സംഭവം? അവിടെ വേണ്ട, ഇവിടെ എഴുതാം അല്ലേ. ഇൻ്റഗ്രൽ sec(x into sec(x) എന്താണ്ട? sec² x പ്ലസ് sec(x into tan x) എന്താണ്? sec(x tan x by sec(x plus tan x dx. ഇനി നമ്മൾ പുട്ട് ചെയ്യാണ്. ആരെ പുട്ട് ചെയ്യാണ്? പുട്ട് tan x പ്ലസ് അല്ലെങ്കിൽ sec(x plus tan x ഈക്വൽ ടു t. sec(x plus tan x നമ്മൾ എന്താണ്? t എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ ഡെറിവേറ്റീവ് sec(x)ന്റെ ഡെറിവേറ്റീവ് എന്താണ്? sec(x tan x). tan x ഡെറിവേറ്റീവ് എന്താണ്? c²x dx ഈക്വൽ ടു dt. അപ്പോൾ നോക്കിക്കേ, മുകളിൽ കിടക്കുന്ന അതല്ലേ sec(x tan x). അത് നോക്കുക, sec(x tan x) ഇതാണ് sec(x tan x) പ്ലസ് ഇവിടെ തന്നെ പ്ലസ് 1 കൊടുക്കാം c²x. ഇതാണ് c²x. എല്ലാം കറക്റ്റ് അല്ലേ ഇടായി? ഈ ടേം ഇതാ ഇവിടെ ഉണ്ട്, ഈ ടേം എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ഇതെല്ലാം കൂടെ ചേർന്ന് അവിടെ എന്തായിട്ട് മാറും? dt ആയിട്ട് മാറും. എന്തായിട്ട് മാറും അവിടെ? dt. സോ ഇൻ്റഗ്രൽ 1/t താഴെ sec(x plus tan x) t ആവും. മുകളിലത്തെ സാധനം എന്താവും? dt ആവും. ഇതെന്താണ് സംഭവം? ലോഗ് മോഡ് t അല്ലേ. അപ്പോൾ ലോഗ് t എന്ന് പറഞ്ഞാലാണ് t sec(x plus tan x plus c. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ക്ലിയർ അല്ലേ? ഇത് നല്ല ഇതിൽ പഠിച്ചോ കേട്ടോ. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? പ്രതീക്ഷിക്കാം. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ്റഗ്രൽ 3 cos x plus 4 by sin² x dx. ഞാൻ ഒരു കാര്യം ചെയ്യുകയാണ്.
ഈ സൈൻ സ്ക്വയർ എക്സിനെ 2 ടേമിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ സംഭവിക്കും? 3 cos x ബൈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് 4 ബൈ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ് ദാറ്റ് ഇസ് ഈക്വൽ ടു, എടാ ഈ കോസ് എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ എക്സ് ഇൻറ്റു സൈൻ എക്സ് ആണ് അല്ലേ? ഇവിടുത്തെ ഈ കോസ് എക്സ് ബൈ സൈൻ എക്സ് പറഞ്ഞാൽ എന്താവും? അത് കോട്ടെക്സ് ആവും. കോട്ടെക്സും ഇവിടുത്തെ 1 ബൈ സൈൻ എക്സ് പറഞ്ഞാൽ എന്താവും? അത് കൊസീക്ക് എക്സ് ആവും. എന്താവും? കൊസീക്ക് എക്സ് ആവും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് എഴുതാം? ഇൻ്റഗ്രൽ 3 ഇൻറ്റു ആ കോസ് എക്സ് ബൈ സൈൻ സ്ക്വയർ എക്സിന് വരുമ്പോൾ അവിടെ എന്ത് എഴുതും നമ്മൾ? കോട്ടെക്സ് ഇൻറ്റു കൊസീക്ക് എക്സ് പ്ലസ് ഇവിടെ ഈ 4 അങ്ങോട്ട് നിൽക്കട്ടെ, മാറി നിൽക്കട്ടെ. 1 ബൈ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കൊസീക്ക് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ 4 അങ്ങനെ തന്നെ ഉണ്ട്. 1 ബൈ സൈൻ സ്ക്വയർ എക്സ് എന്താവും? കൊസീക്ക് സ്ക്വയർ എക്സ് ആവും. നമുക്കിനി എന്ത് ചെയ്യാം? നമുക്ക് ഇൻ്റഗ്രേഷൻ എന്താണ് ഓരോന്നിനായിട്ട് അങ്ങ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റത്തെ ടൈമിന് ഈ ടൈമിന് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? അവിടെ 3 കോൺസ്റ്റൻറ്റ്, 3 നമുക്ക് പുറത്തെടുക്കാം. പിന്നെ ബാക്കി അവിടെ ആരേ ഉള്ളൂ? കോട്ടെക്സ് കൊസീക്ക് എക്സ് എന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. കൊസീക്ക് എക്സ് കോട്ടെക്സ് എന്ന് എഴുതുകയാണ്. പ്ലസ് ഇതിന് അപ്ലൈ ചെയ്യുമ്പോൾ 4നെ അങ്ങ് പുറത്തോട്ട് ഇറക്കുകയാണ്. ബാക്കി എന്താണ്? ഇവിടെ ഡി എക്സ് കൂടെ ഉണ്ട്. 4 ഇൻറ്റു എന്താണ്? കൊസീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ആണല്ലോ. സോ 3 ഇൻറ്റു എടാ ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് കോട്ടെക്സ്, ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ ആൻസർ മൈനസ് കൊസീക്ക് എക്സ് ആണ്. അതാണ്ട 3 ഇൻറ്റു മൈനസ് കൊസീക്ക് എക്സ്. അതായത് ഇൻ്റഗ്രൽ കൊസീക്ക് എക്സ് കോട്ടെക്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോഴേ ഉറപ്പിച്ചു ആൻസർ എന്താണ്? മൈനസ് കൊസീക്ക് എക്സ് ആണ്. കാണാതെ പഠിക്കേണ്ട സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അടുത്ത പ്ലസ് 4 ഇൻറ്റു കൊസീ സ്ക്വയർ എക്സ് കാണുകയാണെങ്കിൽ ആൻസർ എന്താണ്ട? മൈനസ് കോട്ടെക്സ്. അതാണ് മൈനസ് കോട്ടെക്സ് പ്ലസ് സി. നമുക്ക് ഒന്നുകൂടെ അറേഞ്ച് ചെയ്യാം. -3 കൊസീക്ക് എക്സ് -4 കോട്ടെക്സ് പ്ലസ് സി. ഇത്രയാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ്റഗ്രൽ 0 ടു π/2 സൈൻ എക്സ് ഡി എക്സ്. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ നിങ്ങൾക്ക് എന്തെന്ന് അറിയാം? മൈനസ് കോസ് എക്സ് ആണെന്ന് അറിയാം. ലിമിറ്റ് നമുക്ക് അപ്ലൈ ചെയ്തതാണ് 0 ടു π/2. സോ അപ്പർ ലിമിറ്റ് മൈനസ് കോസ് π/2 മൈനസ് ലോവർ ലിമിറ്റ് മൈനസ് കോസ് 0. കോസ് 90 π/2 എന്ന് പറഞ്ഞാൽ 90 ആണ്. അത് എന്തായി പോവും? 0 ആയി പോവും. പിന്നെ നോക്കേണ്ട ആവശ്യം ഇല്ല. ഇവിടെ മൈനസ് വെച്ചാൽ അവിടെ എന്താവും? പ്ലസ് ആവും. കോസ് 0യുടെ വാല്യൂ 1 ആണ്. സോ ഫൈനൽ ആൻസർ നമുക്ക് എന്ത് കിട്ടും? 1 എന്നുള്ളൊരു ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോണ ക്വസ്റ്റ്യൻ ആണ്. സൈൻ ക്യൂബ് എക്സ് കോസ് എക്സ്. കാണുമ്പോൾ തന്നെ പലരുടെയും എന്ത് ചെയ്യും? കിളിക്കൂടുകളും പാറിപ്പോണ ക്വസ്റ്റ്യൻ ആണ്. സൈൻ ക്യൂബ് എക്സ് കോസ് എക്സ് വളരെ സിമ്പിൾ ഡാ. നമ്മൾ ആരെ പുട്ട് ചെയ്യും? സൈൻ എക്സിനെ എടുത്ത് ടീയിലോട്ട് അങ്ങ് പുട്ട് ചെയ്യുക. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് ആര്? കോസ് എക്സ് ഡി എക്സ് ഡി ടി. നമുക്ക് ഇവിടുത്തെ കോസ് എക്സും ഡി എക്സും ചേർന്ന് എന്തായിട്ട് മാറും? ഡി ടി ആവും. സൈൻ എക്സ് എന്താണ്? ടിയുടെ ക്യൂബ്, ഇത് ഡി ടി. ടിയുടെ ക്യൂബ് എന്തായിരുന്നു? ടിയുടെ ക്യൂബ് എന്താണ്ടാ? ടി റൈസ് ടു 3 + 1/3 + 1. ആൻസർ ടി റൈസ് ടു 4/4. ടി എന്ന് പറഞ്ഞാൽ ആരാണ്? സൈൻ അല്ലേ? അപ്പോൾ സൈൻ റൈസ് ടു 4x ബൈ എന്താണ്? 4 പ്ലസ് സി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ log x ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ലിമിറ്റ് വെച്ച് ഇതേ സെയിം കണക്ക് തന്നെ ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും ഞാൻ ഒന്നുകൂടെ ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇൻ്റഗ്രൽ 1 to 2 log x dx ആണ് അല്ലേ? ഞാൻ പറഞ്ഞു log x ഇൻ്റഗ്രൽ നമ്മൾ കാണാതെ പഠിച്ച് വെക്കുക ഒന്നല്ലെങ്കിൽ. സോ അത് കാണാതെ പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ള രീതി ഇതാണ്. നമ്മൾ log x എങ്ങനെ എടുക്കും? ഇൻ്റഗ്രൽ log x × 1 എന്ന് എടുക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യും? അങ്ങ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ. പാർട്സ് ഏതാണ്? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു integral of second 1 dx minus integral of derivative of first into integral of second 1 അല്ലേ സെക്കൻഡ് ഫംഗ്ഷൻ അല്ലേ dx അപ്പോൾ log x into integral 1 dx പറഞ്ഞാൽ എന്താണ് ആൻസർ?
എക്സ് ആണ് മൈനസ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ് മക്കളെ 1/x ആണ്. ഇൻ്റഗ്രൽ 1dxൻ്റെ ആൻസർ എന്താണ് എക്സ് ഡി എക്സ്. ഈ എക്സും എക്സും കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എക്സ് ലോഗ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഡി എക്സ് ആൻസർ എന്താണ് എക്സ് ആണ്. ഇതാണ് ആൻസർ എക്സ് ലോഗ് എക്സ് മൈനസ് എക്സ്. ഇത് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് ഇവിടെ ഏതാണ് 1 to 2. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് ആണ് 2 അല്ലേ. സോ ആൻസർ 2 ലോഗ് 2 മൈനസ് 2 ഇതാണ് അപ്പർ ലിമിറ്റ്. മൈനസ് ലോവർ ലിമിറ്റ് 1 ആണ്. അപ്പോൾ 1 ഇൻറ്റു ലോഗ് 1 മൈനസ് 1. സോ ആൻസർ 2 ലോഗ് 2 മൈനസ് 2 മൈനസ് ഈ സാധനം 1 ആയിപ്പോ 0 ആയിപ്പോ. ലോഗ് 1ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ആ മൈനസ് ഈ മൈനസ് അവിടെ എന്താവും +1 ആവും. സോ ആൻസർ എന്താണ് 2 ലോഗ് 2 മൈനസ് 1. ഇതാണ് ഫൈനൽ ആൻസർ. നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഈ ഒരു ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കടാ. ഫൈൻഡ് ദി ഏരിയ ബൗണ്ട് ബൈ ദി പരാബോള y equal to s square minus x minus 2 and the x axis. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ ചെയ്യണേ. ഇതൊരു പരാബോളയാണ്. പരാബോള ആകുമ്പോൾ എന്താണ് ഇത് എക്സ് ആക്സുമായിട്ടാണ് ഇതെന്താണ് ഇത് ബൗണ്ട് ചെയ്യുന്നത്. അതായത് ജോയിൻ ചെയ്യുന്ന ഏതുമായിട്ടാണ് എക്സ് ആക്സുമായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. ഉറപ്പായിട്ടും ഈ പരാബോള ജോയിൻ ചെയ്യുമ്പോൾ 2 പോയിന്റ് എവിടെ മേക്ക് ചെയ്യും എക്സ് ആക്സിൽ മേക്ക് ചെയ്യും. അപ്പോൾ എക്സ് ആക്സിൽ മേക്ക് ചെയ്യുമ്പോൾ y എപ്പോഴും എന്തായിരിക്കും 0 ആയിരിക്കും അല്ലേ. അപ്പോൾ എസ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2ൻ്റെ വാല്യൂ എന്തായിരിക്കും 0 ആവണം. അപ്പോൾ എക്സിന് നമുക്ക് 2 വാല്യൂ കിട്ടും. എസ് സ്ക്വയറിൻ്റെ ഫ്രണ്ടിലൂടെ 1 ആയതുകൊണ്ട് 2 നമ്പർ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് -2 കിട്ടണം. അതേ സെയിം നമ്പർ ആഡ് ചെയ്യുമ്പോൾ -1 കിട്ടണം. അങ്ങനത്തെ 2 നമ്പർ നിങ്ങൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം. എടാ 1 ഇൻറ്റു -2 ആൻസർ -2 അല്ലേ. 1 + -2 ആൻസർ -1 അല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങളിവിടെ എക്സിൻ്റെ വാല്യൂ ആയിട്ട് എടുക്കേണ്ടത് ഇതിൻ്റെ ഓപ്പോസിറ്റ് 1 -2 അല്ലേ. അപ്പോൾ 1 ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്ട് ഓപ്പോസിറ്റ് -1. അടുത്ത എക്സിൻ്റെ അടുത്ത വാല്യൂ ഏതാണ് -2 ആണെങ്കിൽ നമ്മൾ എന്തായിട്ട് എടുക്കും 2 ആയിട്ട് എടുക്കും. ഏതായിട്ട് എടുക്കും 2. അപ്പോൾ നമുക്കിതിൻ്റെ ഏരിയ ചോദിച്ചാൽ ഏരിയ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും y = ഇൻ്റഗ്രൽ ഇവിടെ എക്സിൻ്റെ വാല്യൂ -1 × 2 അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ -1 to 2 എന്താണ് ഇൻ്റഗ്രൽ -1 to 2. y = y എന്ന് പറഞ്ഞാൽ ആരാണ് s square minus x minus 2 അല്ലേ. അപ്പോൾ s square minus x minus 2 dx. ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്താൽ മതി നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് എസ് സ്ക്വയർ ഇൻ്റഗ്രൽ s square dx മൈനസ് ഇൻ്റഗ്രൽ എക്സ് dx മൈനസ് ഇൻ്റഗ്രൽ 2 dx എന്ത് ചെയ്യുക ആദ്യം കണ്ടുപിടിക്കാം. എന്നിട്ട് ഫൈനൽ നമുക്ക് എന്ത് കൊടുക്കാം ലിമിറ്റ് കൊടുക്കാം. എസ് സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താണ് മക്കളെ s³ 3 മൈനസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്താണ് s²/2 -2നെ അങ്ങ് പുറത്തെടുക്കുക. ഇൻ്റഗ്രൽ dx എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ്. ഇത് നമ്മൾ എന്ത് ചെയ്യുക ലിമിറ്റ് അപ്ലൈ ചെയ്യുക -1 മുതൽ 2 വരെ. സോ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2^³ മൈനസ് 2^²/2 മൈനസ് 2 × 2. അപ്പർ ലിമിറ്റ് കൊടുത്തു മൈനസ് ലോവർ ലിമിറ്റ് ആരാണ് -1 അല്ലേ. സോ -1^³ മൈനസ് -1^²/2 മൈനസ് 2 × -1. സോ 2^³ എന്താണ് 2^³ 8/3. 2ൻ്റെ സ്ക്വയർ എന്താണ് 4. 4/2 എത്രയാണ് 2 മൈനസ് 2 × 2 എത്രയാണ് 4 മൈനസ് -1^³ -1/3 മൈനസ് -1ൻ്റെ സ്ക്വയർ എത്രയാണ് മക്കളെ 1 ആണ്. സോ 1/2 -2 × -1 എന്താണ് +2. സോ നമുക്ക് എന്ത് ചെയ്യാം 8/3 -2 -4 എന്താണ് -6. ഈ മൈനസ് അതേക്ക് കൊടുക്കുമ്പോൾ എല്ലാം പ്ലസ് ആവും അല്ലേ. +1/3 ആവും. -1/2 എന്താവും +1/2 ആവും. അതുപോലെ +2 എന്താവും -2 ആവും. ഈ പറയുന്ന 8/3യും അതുപോലെ എന്താണ് 1/3 കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഈ 8/3യും 1/3 കൂടെ നമുക്ക് എന്ത് ചെയ്യാം ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ എന്ത് കിട്ടും 8 + 1 9 ആണ്. അപ്പോൾ 9/3 -6 -2 എന്താണ് ആൻസർ
-8. ലാസ്റ്റ് ആരുണ്ട്? +1/2 ഉണ്ട്. 9/3 എന്ന് പറയുന്നത് 3 ആണ്. 3 - 8 +1/2. 3 - 8 എത്രയാണ് മക്കളെ? -5 +1/2. ഡിഫറൻറ്റ് സിമ്പിൾ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സിമ്പിൾ. 5ൽ നിന്ന് ഹാഫ് പോയാൽ എത്രയാണ്? 4.5. അതായത് 4.5. ഒരു മൈനസ് കൂടെ വരും. എന്തുകൂടെ വരും? ഒരു മൈനസ് കൂടെ വരും. ഇത് ഏരിയയാണ്. ഏരിയ നമ്മൾ എപ്പോഴെങ്കിലും മൈനസിൽ പറയുമോ? ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ മൈനസിന് എന്ത് ചെയ്യും? അങ്ങ് നെഗ്ലക്ട് ചെയ്യും. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആൻസർ 4.5 യൂണിറ്റ് സ്ക്വയർ. എന്താണ്ട? യൂണിറ്റ് സ്ക്വയർ. ക്ലിയർ? വളരെ സിമ്പിളാണ്. നമ്മൾ ഓൾറെഡി ചെയ്ത പ്രോബ്ലമാണിത്. അടുത്ത പ്രോബ്ലം നോക്കിയിടാ. ഇതെന്താണ് സംഭവം? ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മുടെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? dy/dx + py = q ആണ് അല്ലേ? ഇവിടെ പി ആരാണ്? പി എന്ന് പറഞ്ഞാൽ tan x. q എന്ന് പറഞ്ഞാൽ ആരാണ്? cos²x. നമുക്ക് ആദ്യം ഇവിടെ ആരെ കണ്ടുപിടിക്കണം? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? e⁻∫p dx. സോ e⁻∫ എന്താണ്? ഇൻ്റഗ്രൽ tan x dx. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൻ്റെ ആൻസർ e⁻log sec x. എന്താണ്? log sec x. സോ അവിടെ ഈയും ലോഗും കൂടെ ക്യാൻസൽ ആയിപ്പോട്ട് നമുക്ക് എന്ത് തന്നെ വരും? sec x എന്ന് വരും. എന്തോടെ? sec x എന്ന് വരും. സോ ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ്? സൊല്യൂഷൻ y × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ = ഇൻ്റഗ്രൽ q × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ dx. സോ y × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇവിടെ ആരാണ്ട? sec x = ഇൻ്റഗ്രൽ q ആരാണ്ട? q cos²x അതുപോലെ എന്താണ്? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇവിടെ ആരാണ്? sec x. ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഈ ഒരു cos²x × sec x. cos²x × sec x എന്ന് പറഞ്ഞാൽ sec x 1/cos അല്ല. ഈ ഒരു cos x ഇവിടുത്തെ ഒരു cos കൊണ്ട് ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എന്ത് മാത്രം വരും? cos x എന്ന് മാത്രം വരും അല്ലേ? സോ അപ്പോൾ ആൻസർ എന്തായിരിക്കും അവിടെ? y × sec x = ഇൻ്റഗ്രൽ cos x. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? cos x ആണ്. cos x dx. സോ y × sec x = cos x ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? cos x ൻ്റെ ഇൻ്റഗ്രൽ sin x ആണ്. അതാണ്ട sin x + c. ഇത്രയേ ഉള്ളൂ. സോ നമ്മുടെ എന്താണ് ഈ ഒരു 2025 എന്താണ് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം വിത്തിൻ എന്താണ് 3 മണിക്കൂറുള്ള എക്സാം ഞാൻ ഏകദേശം ഒരു 1.25 മണിക്കൂർ, 1.25 വേണ്ടി വന്നില്ല, 1 അവർ മാത്രമേ വേണ്ടി വന്നുള്ളൂ. സോ അത്രയും പെട്ടെന്ന് എന്താണ് തീർക്കാനായിട്ട് പറ്റി. സോ സംഭവം വളരെ ഈസിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? അത്രയും ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്കോർ ചെയ്യാൻ പറ്റും. നമ്മളെല്ലാം ഓവറോൾ ചാപ്റ്റർ എന്താണ് 4 മൊഡ്യൂളും നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പ്രിപ്പയർ ആയി വേണം നിങ്ങൾ നാളെ എക്സാമിന് പോകാൻ. എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും എന്താണ് എല്ലാവിധമായ ആശംസകളും. നിങ്ങൾക്ക് എന്താണ് ഫുൾ മാർക്ക് എന്താണ് സ്കോർ ചെയ്യാനായിട്ട് പറ്റട്ടെ. ഓക്കെ, നമുക്ക് എന്താണ് ഇനി പിന്നീട് കാണാം. ഓക്കെ, ബൈ.